വൻ വോട്ടുകളുള്ള രാജ്യവ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നു കാണിച്ചു തന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാ മൂടിയ രാഹുൽ ഗാന്ധി നേരെ ഒട്ടും വൈകിക്കാതെ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ബീഹാറിൽ വോട്ടധികാർ യാത്രയ്ക്ക് തിരികൊളുത്തി. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം 58 കടക്കാത്ത സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ വോട്ടവകാശത്തെക്കുറിച്ച് ബോധവാന്മാരാക്കാനായി 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോയി. കോൺഗ്രസിന്റെ 14 ദിവസം നീണ്ടുനിന്ന 1300 കിലോമീറ്റർ നീളുന്ന വോട്ടധികാർ യാത്ര ബീഹാർ ജനതയുടെ മനസ്സ് കീഴടക്കി എന്ന് തന്നെ പറയണം. അവസാന ദിവസമായി ഇന്ന് 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും എന്നാണ് വിവരം. ഇത് മാത്രം മതിയുള്ള BJPക്ക് കുരുപൊട്ടാനായിട്ട്. പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്നും അംബേദ്കർ പാർക്കിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പദയാത്ര ആരംഭിക്കും. CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങി ഇന്ത്യ സഖ്യകക്ഷികളുടെ പ്രധാന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കും. ഓഗസ്റ്റ് 17-ന് ബീഹാറിലെ സസറാമിൽ നിന്നും ആരംഭിച്ച യാത്ര ബീഹാറിലെ 20 ജില്ലകളിലൂടെ കടന്നുപോയി 1300-ലധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് പട്നയിലെത്തുന്നത്. വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് രാഹുലിന്റെ നേതൃത്വത്തിൽ വോട്ടധികാർ യാത്ര സംഘടിപ്പിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ എത്തിയിരുന്നു. RJD നേതാക്കളായ ലാലു പ്രസാദ് യാദവ്, തേജസ്വി യാദവ് എന്നിവരും വേദിയിലെ സാന്നിധ്യമായി. യാത്രയിൽ പ്രിയങ്ക ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയ നേതാക്കൾ രാഹുലിനെ അനുഗമിച്ചിരുന്നു. അതേസമയം വോട്ടുകൊള്ള ആരോപണം ഉന്നയിച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിനും പദയാത്രയ്ക്കും ശേഷം രാഹുൽ ഗാന്ധിയുടെ സ്വീകാര്യത സാമൂഹ്യ മാധ്യമ ഇൻസ്റ്റഗ്രാമിൽ കുതിച്ചുയർന്നു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം. ഇക്കാലയളവിൽ രാഹുലിന് 13 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്. വോട്ടുകൊള്ള വീഡിയോകൾ 60 കോടിയിലേറെ ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ മാത്രം കണ്ടുവെന്നും അറിയപ്പെടുന്നുണ്ട്. ഫേസ്ബുക്കിൽ രാഹുലിന് 6 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണം ഉടക്കി നിന്ന TMCയെയും ആം ആദ്മി പാർട്ടിയെയും ഇന്ത്യ സഖ്യത്തിലേക്ക് അടുപ്പിച്ചത് ശക്തി കൂട്ടി. കളവ് കയ്യോടെ പിടികൂടിയതിലെ ജാള്യത BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ടെന്ന് മറുപടികളിൽ നിന്നും വ്യക്തമാണ്. യാത്രയിലെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അവഹേളിക്കുന്ന മുദ്രാവാക്യം ഉണ്ടായി എന്ന് ആരോപിച്ചുള്ള BJP പ്രതിഷേധവും വോട്ടുകൊള്ള ആരോപണത്തിലെ മറുപടി ഇല്ലായ്മയും വ്യക്തമാക്കുന്നു. അതിനാൽ പട്നയിലെയും മഹാറാലിക്കും സമാപന സമ്മേളനത്തിനും ശേഷം പ്രതിഷേധം രാജ്യവ്യാപകമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം.